Good morning, all. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എടുക്കാം അല്ലെ. കഴിഞ്ഞ ദിവസം ഹൂ ഈസ് അറ്റ് റിസ്ക് എന്ന് വരെയല്ലേ എടുത്തത്? ആർക്കൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള അപകടങ്ങൾ അല്ലെ? നെക്സ്റ്റ് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, തുടങ്ങാം അല്ലെ. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ സോഴ്സ്, ഉറവിടങ്ങൾ എന്തെല്ലാമാണ് അല്ലെ? അതാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ദ പ്രൈമറി കോൺട്രിബ്യൂട്ടർ ടു ദി പ്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽ മെഡിക്കൽ വേസ്റ്റ് ആർ പ്രൈമറി. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. The primary contributor to the production of medical waste are primary and secondary sources. മെഡിക്കൽ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മുടെ മെഡിക്കൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രാഥമിക സംഭാവന നൽകുന്നത്, പ്രൈമറി കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് ആണ്. പ്രാഥമികവും ദ്വിതീയമായിട്ടുള്ള ഉറവിടങ്ങളാണ്. എന്നിട്ട് നെക്സ്റ്റ് പറയുന്നത് പ്രൈമറി സോഴ്സസ്. നമ്മുടെ പ്രൈമറി സോഴ്സിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? പ്രൈമറി സോഴ്സസ്, പ്രാഥമിക അല്ലെ. അതിൽ ഏതൊക്കെയായിരിക്കും ഉൾപ്പെടുന്നത്? പ്രാഥമികമായിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയായിരിക്കും? എവിടെ നിന്നാണ് പൊതുവായിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് അല്ലെ? അല്ലേ? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നല്ലേ? അപ്പൊ അവരല്ലേ പ്രാഥമിക സോഴ്സസ് എന്ന് പറയുന്നത്? അവരല്ലേ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലേ? അപ്പൊ നോക്കിയേ, പ്രൈമറി സോഴ്സസ് ഇൻക്ലൂഡ്സ് വേസ്റ്റ് ക്രിയേറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ് സെന്റർ, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. അതായത് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജസ്. മെഡിക്കൽ കോളേജുകളിൽ എന്താണ്? നമ്മുടെ ട്രീറ്റ്മെന്റ് മാത്രം നടക്കുന്നുള്ളോ? പഠനം കൂടി നടക്കുന്നുണ്ട് അല്ലെ? എഡ്യൂക്കേഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? മെഡിക്കൽ കോളേജുകളിൽ MBBS പോലെയുള്ള നഴ്സിംഗ് MBBS ആണോ? അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ കോളേജസ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ് അല്ലെ? ഡയാലിസിസ് നടത്തുന്ന കേന്ദ്രങ്ങള്, മെറ്റേണിറ്റി ഹോംസുകളില്, പിന്നെന്താണ്? ബ്ലഡ് ബാങ്ക്, റിസർച്ചുമായി ബന്ധപ്പെട്ട ലാബുകളില്, പിന്നെ ഇമ്മ്യൂണൈസേഷൻ പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തുന്ന കേന്ദ്രങ്ങള്, ഓട്ടോപ്സി സെന്റേഴ്സ് അല്ലെ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സെന്ററുകളിൽ, ഇവിടെയൊക്കെയാണ് നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി സോഴ്സസിൽ ഉൾപ്പെടുന്നത്. വേസ്റ്റുകൾ, മെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതില് പ്രൈമറി സോഴ്സുകളിൽ ഉൾപ്പെടുന്നതാണ് ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റേഴ്സ്, ഡയാലിസിസ് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, ബ്ലഡ് ബാങ്ക്, റിസർച്ച് ലാബ്സ്, ഇമ്മ്യൂണൈസേഷൻ സെന്റേഴ്സ്, ഓട്ടോപ്സി സെന്റേഴ്സ് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നത് ദ സെക്കൻഡറി സോഴ്സസ്. ദ്വിതീയമായിട്ട് നമ്മുടെ മെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ്സ് അല്ലെ? ഗാർഹിക ഉപയോഗത്തിനുള്ള മെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടല്ലോ, നമ്മ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകള് അല്ലെ? വീട്ടില് നമ്മ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലേ? ആരും ഉപയോഗിക്കുന്നില്ല, മരുന്നുകളൊന്നും കഴിക്കുന്നില്ല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലോ? ഉണ്ട് അല്ലെ? അപ്പൊ ചെറിയ തോതിൽ ഇവിടേക്ക് എന്താണ്? ഈ സെക്കൻഡറി സോഴ്സിലൊക്കെ ഒരുപാടല്ല, ഒരു ചെറിയ തോതിലാണ് അല്ലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മെഡിക്കൽ വേസ്റ്റുകള്. ഇൻക്ലൂഡ് ഹൗസ് ഹോൾഡ്സ്, ഇൻഡസ്ട്രീസ് അല്ലെ? വാണിജ്യ വ്യാവസായിക മേഖലകളില്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെഡിക്കൽ വേസ്റ്റുകള്. അവരാണ് ഈ ഹൗസ് ഹോൾഡ്സും ഇൻഡസ്ട്രീസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് സെക്കൻഡറി സോഴ്സ് അല്ലെ?
നമ്മുടെ വീടുകളില് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഒരുപാട് വലിയ അളവില് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ മെഡിക്കൽ വേസ്റ്റുകള്? ഉണ്ടോ? ഉണ്ടോ? ഒരു ചെറിയ അളവിലാണ് അല്ലെ? മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു അളവിലല്ലേ? ആ, അപ്പൊ ഇവരൊക്കെയാണ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്തി വെക്കാം. പ്രൈമറി സോഴ്സസ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സോഴ്സസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്? അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പല കാറ്റഗറിയിലായി തിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? 8 categories of medical waste are presented by the World Health Organization, including നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മെഡിക്കൽ വേസ്റ്റുകളെ 6 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ജനറൽ വേസ്റ്റുകൾ അല്ലെ, പൊതുമാലിന്യങ്ങള്, പൊതുവായിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർഡ്ബോർഡുകള്, പിന്നെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പേപ്പേഴ്സുകള് അല്ലെ, അങ്ങനെയുള്ള പൊതുമാലിന്യങ്ങള്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പാത്തോളജിക്കൽ വേസ്റ്റുകൾ അല്ലെ. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ഡിസീസ് ആണ് അല്ലെ? ആണോ? സ്റ്റഡി ഓഫ് ഡയഗ്നോസിസ് ആൻഡ് ഡിസീസ്. അപ്പൊ നമുക്ക് രോഗനിർണയത്തെ കുറിച്ച് പഠിക്കാനും രോഗത്തെ കുറിച്ച് പഠിക്കാനൊക്കെ എന്താണ്, ഒരുപാട് ടെസ്റ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? റിസർച്ചുകൾ ചെയ്യുന്നുണ്ട് അല്ലെ? ഉണ്ടോ? അസുഖങ്ങളെ കുറിച്ച് പഠിക്കാനും രോഗനിർണയത്തെ കുറിച്ച് നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പാത്തോളജി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് പാത്തോളജിക്കൽ വേസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ലെ. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റേഡിയേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, നമുക്ക് സ്കാനിങ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് റേഡിയേഷൻ, ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അവിടെ എന്താണ്, നമ്മൾ റേഡിയേഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രത്യേകമായിട്ട് ഡ്രസ്സുകളൊക്കെ തരാറുണ്ട് അല്ലെ? ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ ആ ഒരു റേഡിയേഷൻ പ്രവർത്തനം, പിന്നെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ അല്ലെ, നമ്മൾ റേഡിയേഷന് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ. അപ്പൊ അങ്ങനെയുള്ള റേഡിയേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്. കെമിക്കൽ വേസ്റ്റുകൾ അല്ലെ, നമ്മ എന്താണ് ലാബുകളിലെ പലതരത്തിലുള്ള കെമിക്കൽ സോൾവെന്റുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. കെമിക്കൽ ആയുധങ്ങള്, മെർക്കുറീസ് അല്ലെ, ആണോ? മെർക്കുറീസ്. പിന്നെന്താണ്, ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് അല്ലെ, ക്ലീനിങ് പ്രൊസീജിയേഴ്സിന്റെ സാനിറ്റേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പല കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ലേ? ഫിനോയില്, ഡെറ്റോള് അല്ലെ, ഡിസ്ഇൻഫെക്ഷൻ ടാസ്കുകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ വേസ്റ്റുകള്. നെക്സ്റ്റ് ഇൻഫെക്ഷസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻ വേസ്റ്റുകളെ, പകർച്ചവ്യാധികൾ ബാധിച്ചിട്ടുള്ള വേസ്റ്റുകൾ. ഇപ്പൊ ഒരാളുടെ ബോഡി ഫ്ലൂയിഡ്സ്, ഇപ്പൊ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ഒരാളുടെ ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആയി അല്ലെങ്കിൽ അയാളുടെ യൂറിനായ ഒരു കോട്ടൻസ്, അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ള ലിനൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരും. ഇപ്പൊ നമുക്ക് നിപ്പ വൈറസ് അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത് എന്താണ്, കൊറോണ സ്ഥിരീകരിച്ച പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിക്കും അല്ലെ? അപ്പൊ ആ ഒരു ഐസൊലേഷൻ റൂമില് ആളെ താമസിപ്പിച്ച് കഴിയുമ്പോൾ ആ ഒരു ഐസൊലേഷൻ റൂമിൽ അയാൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ളതാണോ? അയാൾ ഉപയോഗിച്ച മാസ്ക് അല്ലെ. അപ്പൊ എന്താണ്, ഇൻഫെക്ഷൻസ് ടു പൊട്ടൻഷ്യലി ഇൻഫെക്ഷൻസ് വേസ്റ്റ്, എന്താണ്, ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള അണുബാധയുള്ള വേസ്റ്റുകള്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ. നമ്മ എന്താണ്, നീഡിൽസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, സിറിഞ്ചുമായിട്ട് നീഡിൽ ഉപയോഗിക്കുന്നുണ്ട്, സർജിക്കൽ നൈഫുകൾ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലേഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എന്താണ്, ഗ്ലാസ് കൊണ്ടുള്ള ബീക്കേഴ്സ്,
ടെസ്റ്റ് ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഷാർപ്പ് വേസ്റ്റുകള്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ അല്ലെ, ഡ്രഗ്സുകൾ, എന്താണ് മരുന്നുകൾ അല്ലെ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള്, എക്സ്പയറി ഡേറ്റുകള്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളാണ് അല്ലെ. എക്സ്പയറി ഡേറ്റ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകള്, പിന്നെ നമ്മുടെ റാറ്റ്സ് അല്ലെങ്കിൽ ഇൻസെക്ട്സുകളൊക്കെ നശിപ്പിച്ച വേസ്റ്റുകള്, അതൊക്കെ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റോ? അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകള് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകള്, പിന്നെ പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മ നോർമൽ പ്രഷറിലല്ലാതെ നമുക്ക് കൂടുതൽ പ്രഷർ കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ ഇല്ലേ, ഗ്യാസിന്റെ സിലിണ്ടേഴ്സ്, എയറോസോൾ ക്യാനുകള് കണ്ടിട്ടുണ്ടോ? എയറോസോൾ ക്യാനുകള്. അപ്പൊ അങ്ങനെയുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഒക്കെയാണ് നമ്മുടെ 8 WHO പറയുന്ന 8 കാറ്റഗറിയിൽ പെടുന്ന വേസ്റ്റുകള്. പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഒന്നുകൂടെ പറയുന്നുണ്ട്, അതൊന്നുകൂടെ പറഞ്ഞുതരാം. പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റ് മീൻസ് വേസ്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് ഫുള്ളി ഓർ empty containers with pressurized liquid, gas or powdered materials including gas containers and aerosol canuകൾ അല്ലെ. ഗ്യാസ് കണ്ടെയ്നേഴ്സ്, എയറോസോൾ ക്യാനുകൾ പോലെയുള്ള എന്താണ് നിറഞ്ഞതോ അല്ലെങ്കിൽ കാലിയായതുമായിട്ടുള്ള ലിക്വിഡുകളോ ഗ്യാസുകളോ അല്ലെങ്കിൽ പൗഡേർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകളെയാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകൾ എന്ന് പറയുന്നത്. നമ്മ എന്താണ് സാധാരണ നോർമൽ പ്രഷർ മർദ്ദം കൊടുത്തിട്ട് അതിൽ കൂടുതൽ മർദ്ദം കൊടുത്ത് പ്രവർത്തിക്കുന്നതുണ്ട് അല്ലെ. ഇപ്പൊ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ എന്താണ് നമ്മൾ സാധാരണ മർദ്ദം കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്നതാണോ? ഹോസ്പിറ്റലിലുള്ള എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണോ? കണ്ടിട്ടുണ്ടോ? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ മർദ്ദം കൊടുത്തിട്ടാണോ പ്രഷർ കൊടുത്തിട്ടാണോ പ്രവർത്തിപ്പിക്കുന്നത്? ഓക്സിജൻ ഒക്കെ ആണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ്, പിന്നെന്താണ് എയർ ഫ്രഷ്നർ പോലെയുള്ളത്, നമ്മ സാധാ പ്രഷർ കൊടുത്തിട്ടാണോ വീട്ടില് ഉള്ള എയർ ഫ്രഷ്നർ വെറുതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വരുമോ? അതിന്ന് ലിക്വിഡ് വരുമോ? ഇല്ല. പ്രഷർ കൊടുക്കണം അല്ലേ? പ്രഷർ കൊടുക്കണ്ടേ മക്കളെ? അപ്പൊ അങ്ങനെയുള്ള എയറോസോൾ ക്യാനുകള്, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് പല്ലില് റൂട്ട് കനാലൊക്കെ ചെയ്യില്ലേ? പല്ലില് റൂട്ട് കനാലൊക്കെ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും? അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ മരയിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു സ്പ്രേ പോലെ ഒരു ഇത് ചെയ്യാറുണ്ട്, കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഒരു പെർട്ടിക്കുലർ ഏരിയ അവർക്ക് അത് മരയിപ്പിക്കണമെങ്കിൽ അപ്പൊ അതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലേ? ഇങ്ങനെയുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലേ? അത് അവരെങ്ങനെയാണ് അവിടേക്ക് ആ ഒരു ഭാഗത്തേക്ക് സ്പ്രേ ചെയ്യല്ലേ. അപ്പൊ ആ ഒരു ഇച്ചിരി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു ഭാഗം മരയിക്കും. അത് കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അനസ്തീഷ്യയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് പർട്ടിക്കുലർ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ ചിലപ്പോ ഇതെന്താണ് തീർന്നു പോയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടാവാം അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ എന്താണ് എയർ ഫ്രഷ്നറൊക്കെ തീർന്നു പോയിട്ടുള്ളതൊക്കെ ഉണ്ടാവില്ലേ? കുറച്ചാൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തീർന്നു പോകും അല്ലെ. അങ്ങനെ തീർന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, അതല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചത്, അപ്പൊ ഇതൊക്കെ എന്താണ് പിന്നീട് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റോ? വേസ്റ്റ് ആണ് അല്ലെ. പിന്നീട് അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റോ? ഈ പ്രഷറൈസ്ഡ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള്, അങ്ങനെ 8 തരത്തിൽപ്പെടുന്ന വേസ്റ്റുകളാണ് WHO നമ്മുടെ ഹോസ്പിറ്റൽ വേസ്റ്റുകളെ തിരിക്കുന്നത്, മെഡിക്കൽ വേസ്റ്റുകളെ തരംതിരിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോൺ ഹസാർഡസ് വേസ്റ്റ്.
നോൺ ഹസാഡസ് വേസ്റ്റ് അല്ലെ, ഹസാഡസ് എന്ന് പറഞ്ഞാല് അപകടകരമായ, നോൺ ഹസാഡസ് എന്ന് പറഞ്ഞാല് അപകടകരമല്ലാത്ത വേസ്റ്റുകൾ, ജനറൽ വേസ്റ്റുകൾ. അപ്പൊ നോക്കി, അപ്രോക്സിമേറ്റ്ലി 85% of garbage generally in the majority of healthcare facilities is non-hazardous അല്ലെ. നമ്മ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ 85% വേസ്റ്റുകളും എങ്ങനെയുള്ള വേസ്റ്റുകളാണ്? അപകടകരമല്ലാത്ത നോൺ ഹസാഡസ് വേസ്റ്റുകളാണ്. This involves waste in, for instance, food scraps, food pills, along with the wash water and paper cartons, packaging materials and so on. ഇങ്ങനെയുള്ള നോൺ ഹസാഡസ് വേസ്റ്റുകൾ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഫുഡ് സ്ക്രാപ്പുകൾ അല്ലെ, എന്താണ് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ ഹോസ്പിറ്റലിൽ, അവിടെ കിടക്കുന്ന പേഷ്യൻസിൽ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഉപയോഗിച്ച കാന്റീനിൽ നിന്നൊക്കെയുള്ള അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണാവശിഷ്ടങ്ങള്, ഫുഡിന്റെ ഫ്രൂട്ട് പീൽസ് അല്ലെ, എന്താണ് ഫ്രൂട്ടിന്റെ പീലുകൾ അല്ലെ, തൊലികള്, പിന്നെ എന്താണ് നമ്മ അവിടെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള വാഷ് ചെയ്യുന്നതിനുള്ള ചെയ്തിട്ടുള്ള വാട്ടർ, പിന്നെ എന്താണ് അവിടെയുള്ള പേപ്പർ കാർട്ടൻസ്, പാക്കേജിങ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളിൽ 85% വേസ്റ്റുകളും നോൺ ഹസാഡസ് വേസ്റ്റുകളാണ്. ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫുഡ് വേസ്റ്റുകള്, ഫ്രൂട്ട്സിന്റെ തൊലികള്, പിന്നെ അവിടെ എന്താണ് കഴുകുന്നതിലെ വാഷിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന വാഷിംഗ് വാട്ടർ, പിന്നെ അവിടുത്തെ ഉപയോഗിച്ചിട്ടുള്ള കാർട്ടൻസ് അല്ലെ, അവിടുത്തെ എന്താണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ വരുന്നത് എങ്ങനെയാണ്? കാർട്ടൺ ബോക്സുകളിലല്ലേ ഹോസ്പിറ്റലിൽ പർച്ചേസ് ചെയ്യുമ്പോൾ റിസോഴ്സുകളൊക്കെ വരുന്നത്? മെഡിസിനുകള്, എക്യുപ്മെന്റുകള്, കോട്ടൺസ് ആണോ? അപ്പൊ അങ്ങനെയുള്ള കാർട്ടൺസ്, പാക്ക് ചെയ്ത് വരുന്ന മെറ്റീരിയൽസ് അല്ലെ, കവറുകള്, അങ്ങനെയുള്ള പാക്കേജിങ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നോൺ ഹസാഡസ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? എന്താണ് ഒരു ഉഷാറില്ലല്ലോ? മഴ കാരണമാണോ? മഴ ആയത് കാരണാണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഹസാഡസ് വേസ്റ്റുകൾ അല്ലെ, അപകടകരമായ വേസ്റ്റുകള് അത് ഏതൊക്കെയാണ്? ഹസാഡസ് വേസ്റ്റ് must consist of solid, liquids, sludges or contained gases, and they are principally produced by hospitals and other industrial activities. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, ഉത്പാദിപ്പിക്കപ്പെടുന്ന എന്താണ്? സോളിഡ്, ലിക്വിഡ്, സ്ലഡ്ജസ് എന്ന് പറഞ്ഞാല് ചെളി ട്ടോ, സ്ലഡ്ജസ് ആൻഡ് കണ്ടെയ്നർഡ് ഗ്യാസ്, മലിനമായിട്ടുള്ള ഗ്യാസസ്, അതൊക്കെയാണ് ഹസാഡസ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? ലിക്വിഡ്സുകൾ ആണല്ലേ പരിശോധിക്കുന്നത്. ലിക്വിഡ്സുകളൊക്കെ പരിശോധിക്കാൻ ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ, ബ്ലഡ്, യൂറിന്, സെറം ഒക്കെ പരിശോധിക്കാറുണ്ടോ? ലാബുകളുടെ പ്രവർത്തനമായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ്സുകള്, സോളിഡ്സ് അല്ലെ, ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഹോസ്പിറ്റലില്. ലിനൻസ്, കോട്ടൺസ്, എന്താണ് നമ്മുടെ കത്തീറ്റേഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബുകള് ആണോ? അതൊക്കെ സോളിഡ് വേസ്റ്റുകളാണ് അല്ലെ. അതേപോലെ ചെളി, എന്താണ് ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ടൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്ലഡ്ജസ്, പിന്നെ കണ്ടെയ്നർഡ് ഗ്യാസ്, നമ്മൾ എയറോസോൾ ക്യാൻ പോലെയുള്ള കണ്ടെയ്നർഡ് ഗ്യാസസ് ഒക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപകടകരമായ വേസ്റ്റുകൾ. They may harm damage during insufficient procedures for storage, transportation, treatment and disposal operation അല്ലെ. സംഭരണം, ഗതാഗതം, എന്താണ് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, സംസ്കരണം, അതിന്റെ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങള് എന്നിവയ്ക്കുള്ള നടപടിക്രമങ്ങള് ശരിയായ രീതിയിലുള്ള എന്തെങ്കിലും അപര്യാപ്തത, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്കത് അപകടങ്ങൾ ഉണ്ടാക്കും അല്ലെ, റിസ്കുകൾ ഉണ്ടാക്കും.
എന്താണ് അപര്യാപ്തത മൂലം ഹാനികരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. എന്താണ് നമുക്ക് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹസാഡസ് വേസ്റ്റുകൾ, അപകടകരമായിട്ടുള്ള വേസ്റ്റുകൾ, അതിന്റെ സ്റ്റോറേജിലെ സംഭരണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സംസ്കരണത്തിന് വേണ്ടിയോ കൊണ്ടുപോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ ഡിസ്പോസൽ എന്നിവ ശരിയായ രീതിയിലുള്ള അതിൽ എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റിന് നമ്മൾ പറഞ്ഞു അല്ലെ, ഇപ്പൊ രണ്ടായി തരം തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ, ഹസാഡസ് വേസ്റ്റും നോൺ ഹസാഡസ് വേസ്റ്റും. ഓക്കെ, അപ്പൊ അതില് ഹസാഡസ് വേസ്റ്റ്, നോൺ ഹസാഡസ് വേസ്റ്റിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? കാർട്ടൺ ബോക്സ് അല്ലെ, പേപ്പറ്, കാർഡ്ബോർഡുകള് അല്ലെ, ഫുഡ് സ്ക്രാപ്പുകള്, ഫ്രൂട്ട് പീൽസ്, അതൊക്കെയാണ് നോൺ ഹസാഡസ് വേസ്റ്റുകൾ അല്ലെ. ആണോ? അപകടകരമല്ലാത്ത വേസ്റ്റുകൾ അതവിടെ കൊടുത്തിട്ടില്ല, അപ്പൊ അത് മനസ്സിലാക്കാം കേട്ടോ. എന്താണ്? പേപ്പറ്, കാർഡ്ബോർഡ്, ഓഫീസ് വർക്കുകളുടെ ഭാഗമായിട്ടൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ്, കാർഡ്ബോർഡുകള്, പിന്നെ എന്താണ് ക്ലീനിങ്, നമ്മുടെ ഫുഡ് സ്ക്രാപ്പുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നോൺ ഹസാഡസ് വേസ്റ്റ്. ഹസാഡസ് വേസ്റ്റില് ഇൻഫെക്ഷസ് വേസ്റ്റും അതർ ഹസാഡസ് വേസ്റ്റ് കേട്ടോ, മലിനമായിട്ടുള്ള വേസ്റ്റുകളും മറ്റ് ഹാനികരമായിട്ടുള്ള വേസ്റ്റുകളും. അതില് ഇൻഫെക്ഷസ് വേസ്റ്റില് എന്തൊക്കെയാണ് പറയുന്നത്? ഷാർപ്പ് ആൻഡ് നോൺ ഷാർപ്സ് അല്ലെ. നമ്മുടെ സിറിഞ്ചൊക്കെ മലിനമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? സിറിഞ്ച്, നീഡില്, സർജിക്കൽ ബ്ലേഡുകള് അല്ലെ, ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളെ തൊട്ടാൽ സർജിക്കൽ നൈഫ്, നീഡിലൊക്കെ എന്താണ്? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള വേസ്റ്റുകളല്ലേ? ആണോ? അപ്പൊ എന്താണ്? ഷാർപ്സ് ആൻഡ് നോൺ ഷാർപ്സ് അല്ലെ, മലിനമായിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള എന്താണ് മൂർച്ചയുള്ളതും നോൺ ഷാർപ്പായിട്ടുള്ള അവരുപയോഗിച്ചിട്ടുള്ള അല്ലെ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു രോഗി ഉപയോഗിച്ചിട്ടുള്ള ലിനൻസ് അല്ലെ, ബെഡ്ഷീറ്റുകൾ, അവരുപയോഗിച്ച മാസ്കുകള്, അവരുപയോഗിച്ച PPE കിറ്റുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നോൺ ഷാർപ്സുകള്. പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ അല്ലെ, നമ്മൾ എന്താണ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഐറ്റംസ്, അവരെ നമ്മൾ ഇൻജെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിറിഞ്ചസ്, കത്തീറ്റേഴ്സ് അല്ലെ, യൂറിനൽ കത്തീറ്റേഴ്സ്, അങ്ങനെയുള്ള കത്തീറ്ററൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കത്തീറ്റേഴ്സ്, ഗ്ലൗസുകള് അല്ലെ, ഫേസ് മാസ്കുകള് അല്ലെ, വേരിയസ് ഫ്ലൂയിഡ്സിന്റെ പാക്കേജിങ് അല്ലെ, നമ്മ എന്താണ് ട്രിപ്പൊക്കെ ഇടാറില്ലേ അവർക്ക്? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ട് ആളുകൾക്ക് ട്രിപ്പൊക്കെ ഇടും അല്ലെ, ഇടാറുണ്ടോ? അപ്പൊ ആ ട്രിപ്പിന്റെ ബോട്ടിലൊക്കെ എന്താണ്? പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഡിസ്പോസിബിള്, പിന്നെ ലിക്വിഡ് വേസ്റ്റുകൾ അല്ലെ, ആ ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഇൻഫെക്ഷൻസ് ഏറ്റിട്ടുള്ള IV ക്യാനിൽ അതൊക്കെ വരും കേട്ടോ. എന്താണ്? ലിക്വിഡ് വേസ്റ്റുകൾ, അവരുടെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സുകൾ, അതൊക്കെയാണ് ലിക്വിഡ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെയാണോ? ഇൻഫെക്ഷസ് വേസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് അതർ ഹസാഡസ് വേസ്റ്റുകള്, മറ്റ് അപകടകരമായ വേസ്റ്റുകള്. അതിൽ നോക്കിയേ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ അല്ലെ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ മിസ് പറഞ്ഞു അല്ലെ. എന്താണ്? റേഡിയേഷന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ, നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ, ആ റേഡിയേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന റിസോഴ്സുകൾ അല്ലെ, അതൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഡിസ്കാർഡഡ് ഗ്ലാസ്, സ്കാനിങ് ഒക്കെ വരും കേട്ടോ, സ്കാനിങ്, റേഡിയേഷൻ ഒക്കെ വരും കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഡിസ്കാർഡഡ് വേസ്റ്റ്. ഡിസ്കാർഡഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച, നമ്മൾ പറഞ്ഞു നമ്മ ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ബിക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ടെസ്റ്റ് ട്യൂബുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ആണോ? കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ?
അപ്പൊ അങ്ങനെ ഉപയോഗിച്ച നമ്മുടെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഉപേക്ഷിച്ച അവര് ഡിസ്കാർഡ് ചെയ്ത ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള വേസ്റ്റുകള്. നെക്സ്റ്റ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഗ്യാസ് സിലിണ്ടേഴ്സ്, എയറോസോൾ ക്യാനുകള്, നമ്മ അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള എന്താണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രഷറൈസ്ഡ് കണ്ടെയ്നർ വേസ്റ്റുകള്, കെമിക്കൽ വേസ്റ്റുകൾ അല്ലെ, നമ്മ എന്താണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നമ്മ എന്താണ് ടെസ്റ്റുകൾക്ക് ലബോറട്ടറിയിലെ ടെസ്റ്റുകളുടെ ഭാഗമായി ഉപയോഗിക്കുന്നത് കെമിക്കൽ സോൾവെന്റുകള്, മെർക്കുറിയിലെ ബാറ്ററീസ്, ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ക്ലീനിങ് ലിക്വിഡ്സുകൾ അല്ലെ, അങ്ങനെയുള്ള കെമിക്കൽ വേസ്റ്റുകള്. നെക്സ്റ്റ് സൈറ്റോടോക്സിക് വേസ്റ്റുകള്. സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത് ഈ സൈറ്റോടോക്സിക് വേസ്റ്റ് നമ്മുടെ സെൽസിന് ഡാമേജ് ഉണ്ടാക്കി നമ്മുടെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരുത്തുന്ന വേസ്റ്റുകളെയാണ് സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സൈറ്റോടോക്സിക് ഡ്രഗ്സുകളുടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അതുമായി സമ്പർക്കം പുലർത്തിയിട്ടാണ് ഈ സൈറ്റോടോക്സിക് വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യില്ലേ ക്യാൻസർ രോഗികൾക്ക്, ക്യാൻസർ സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. ഈ സൈറ്റോടോക്സിക് വേസ്റ്റുകൾ നമ്മുടെ സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ക്യാൻസർ നമ്മുടെ ക്യാൻസർ കോശങ്ങള് നമ്മുടെ കോശങ്ങളെ വിഭജിക്കില്ലേ, കൂടാതെ നമ്മുടെ സെൽസിന് ഡാമേജ് ഉണ്ടാക്കോ അല്ലെ. നമ്മുടെ സെൽസിന് ആ ഒരു ഭാഗത്തെ ഏത് ഭാഗത്താണോ നമുക്ക് ക്യാൻസർ ബാധിച്ചിട്ടുള്ളത് അവിടുത്തെ സെൽസിന് ഡാമേജ് ഉണ്ടാക്കും അല്ലെ, ആണോ? ഈ ക്യാൻസർ സെൽസിന്റെ വിഭജനത്തെ തടയാനും നമ്മുടെ സെൽസിന്റെ എന്താണ് അവയുടെ വളർച്ചയെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ തടയാനോ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകള്. നമ്മുടെ ക്യാൻസറിന്റെ സെൽസിന്റെ വിഭജനത്തെ തടയാനും പിന്നെ ആ സെൽസിനെ ഡാമേജ് നമുക്ക് ആ സെൽസ് ഇപ്പൊ ക്യാൻസർ ബാധിച്ചിട്ടുള്ള ആ സെല്ല് നമുക്ക് എന്ത് ചെയ്യണം? കൊന്നുകളയണം അല്ലെ, ഡിസ്ട്രോയ് ചെയ്യണ്ടേ, നശിപ്പിച്ച് കളയണ്ടേ. ഒരു ഭാഗത്ത് ക്യാൻസർ ആ ഒരു സെൽസില് ക്യാൻസർ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെൽസിനെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്ത് കളയല്ലേ, കരിയിച്ച് കളച്ചിട്ടല്ലേ റേഡിയേഷന് കീമോതെറാപ്പി ഒക്കെ ചെയ്ത് കരിയിച്ച് കളയല്ലേ ചെയ്യുന്നത്. ക്യാൻസർ ട്രീറ്റ്മെന്റ് അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്താണ് ഒരു റിപ്ലൈ ഇല്ലല്ലോ മക്കളെ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ക്യാൻസറിന്റെ സെൽസിന്റെ വിഭജനത്തെ തടയാനും ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ് സൈറ്റോട്ടിക് ഡ്രഗ്സുകള്, സൈറ്റോടോക്സിക് ഡ്രഗ്സുകള്. ആ സൈറ്റോടോക്സിക് ഡ്രഗ്സുകളുടെ സമ്പർക്കം മൂലമുണ്ടായി ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. അതിൽ എന്തൊക്കെ ഉൾപ്പെടാം? ആ ഒരു മരുന്ന് അവരിൽ ഇൻജെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡില്, സിറിഞ്ച് അല്ലെ, അത് ഉപയോഗിക്കുന്ന ഗ്ലൗസുകള് അല്ലെ, അതൊക്കെ ഉൾപ്പെടാൻ. പിന്നെ അവർക്ക് എന്താണ് ആ മരുന്ന് നമ്മ എന്താണ് ട്രിപ്പിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെ, ആ ഒരു ട്രിപ്പിന്റെ ബോട്ടില് അല്ലെ, അതിന്റെ ട്യൂബ്, അതൊക്കെ എന്താണ്? സൈറ്റോടോക്സിക് വേസ്റ്റുകളാണ് അല്ലെ. ഈ സൈറ്റോടോക്സിക് ഡ്രഗ്സുകള് നമ്മുടെ ക്യാൻസർ ബാധ ഏറ്റിട്ടുള്ള സെൽസിനാണെങ്കിൽ അതെന്താണ്? അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാനും ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നോർമൽ സെൽസിലാണെങ്കിൽ അത് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും. ആ സെൽസിന് ഡാമേജ് വരും, ആണോ? നമ്മ പറഞ്ഞു സെൽസിനെ നശിപ്പിക്കാൻ അല്ലെ. അപ്പൊ അതെന്താണ്? സാധാരണ ഒരു സെൽസിന് ഏൽക്കുന്നത് അപകടകരമല്ലേ? സാധാരണ നോർമൽ പേഴ്സണിൽ അത് ഏൽക്കുന്നത് അപകടകരമല്ലേ? അപ്പൊ അങ്ങനെയുള്ള സൈറ്റോടോക്സിക് വേസ്റ്റുകൾ ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
ഇൻസിനറേഷൻ ആഷ്. ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കത്തിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചാരമുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മള് ചില ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ട് അതിന്റെ ആ നീഡിൽ അപ്പൊ തന്നെ അവര് ആ ഇൻസിനറേറ്ററിൽ വെച്ച് കരിയിച്ച് കളയും. കണ്ടിട്ടുണ്ടോ? അതൊരു ചെറുതാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല. വലിയ വലിയ ഹോസ്പിറ്റലുണ്ട്. നമുക്ക് ചിലപ്പോ നമ്മൾ നിൽക്കലേ തന്നെ അവർ അതിൽ വെച്ച് അങ്ങ് കരിയിച്ച് കളയും, അതിൽ വെച്ച് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഇൻസിനറേഷൻ ആഷുകള് കത്തിച്ചിട്ട് നമ്മുടെ മെഡിക്കൽ മാലിന്യങ്ങള് കത്തിച്ചിട്ട് അതുമൂലം ഉണ്ടാകുന്ന ചാരം. ഓക്കെ ആണോ? അതർ ഹസാർഡസ് വേസ്റ്റ്. ഇത് വായിക്കുമ്പോ ഡൗട്ട്സ് വന്നോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് ബയോളജിക്കൽ, നെക്സ്റ്റ് ബോക്സ് ആണ് മിസ് എടുക്കാം കേട്ടോ. അപ്പൊ എന്താണ് ബയോളജിക്കൽ? ഇൻഫെക്ഷസ് റിസ്കുകളും കെമിക്കൽ റിസ്കുകളും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ബയോളജിക്കൽ റിസ്കുകളും കെമിക്കൽ റിസ്കുകളും. ബയോളജിക്കൽ റിസ്കുകളെ തന്നെ മൂന്നായി തരംതിരിക്കുന്നുണ്ട് വീണ്ടും. ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ് അല്ലെ. അപ്പൊ ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാലോ ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്. പറഞ്ഞേ മിസ് പറയണ്ടല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കാവട്ടെ. ഹോസ്പിറ്റലിലുള്ള ഷാർപ്പ് നീഡില് മാത്രല്ലോ. ബ്ലേഡ്സ്, സർജിക്കൽ നൈഫ് വരുന്നുണ്ട് അല്ലെ. അത് ഇതിൽ കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ എല്ലാത്തിലും. സർജിക്കൽ നൈഫ് വരുന്നുണ്ട് അല്ലെ. ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സാധനങ്ങള്. ഓക്കെയാണോ അത് പറയുന്നത്? നീഡില്, ബ്ലേഡ്സ്, ബ്രോക്കൺ ആയിട്ടുള്ള വസ്തുക്കള്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷസ് വേസ്റ്റുകള്. ഇൻഫെക്ഷസ് വേസ്റ്റുകൾ അല്ലെ, പകർച്ചവ്യാധികൾ ബാധിച്ചിട്ടുള്ള, ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ബ്ലഡ് കൊണ്ടൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ, മലിനമായിട്ടുള്ള വേസ്റ്റുകൾ. വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് വേസ്റ്റ്. നാം എന്താണ്? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ, മലിനമായിട്ടുള്ള വേസ്റ്റുകൾ. നെക്സ്റ്റ് കൾച്ചേഴ്സ് അല്ലെ. കൾച്ചറിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലഡ് കൾച്ചർ, യൂറിൻ കൾച്ചർ ഒക്കെ ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിന്റെ നമ്മുടെ ബോഡി ലിക്വിഡ്സുകളുടെ ഭാഗമായിട്ട് അല്ലെ, കൾച്ചറിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. നെക്സ്റ്റ് പറയുന്നത് ഐസൊലേഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്, ഒരു കൊറോണ വന്ന ഒരു പേഷ്യന്റിനെ ഐസൊലേഷൻ റൂമിൽ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു റൂമിൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണ്? മലിനമായിട്ടുള്ളതാണ് അല്ലെ, ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ളതല്ലേ ആണോ? അപ്പൊ അങ്ങനെയുള്ള ഐസൊലേഷനുമായി ബന്ധപ്പെട്ട് ഒരു രോഗിയെ ഐസൊലേഷൻ ചെയ്ത് താമസിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റുകളാണ് ഐസൊലേഷൻ വേസ്റ്റ്. ഓക്കെ ആണോ? ബ്ലഡ് കൊണ്ട് മലിനമായിട്ടുള്ള വേസ്റ്റുകള്. അതിലെന്തൊക്കെ പെടാം? നമ്മുടെ കോട്ടൺസ് പെടാം അല്ലെ, ലിനൻസ് പെടാം അല്ലെ, ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, PPE കിറ്റുകള്, ഗ്ലൗസുകള് അല്ലെ, അതെല്ലാം പെടാലോ. കൾച്ചേഴ്സ് അല്ലെ, നമ്മുടെ യൂറിനൽ കൾച്ചേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലാബുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ. നെക്സ്റ്റ് ഐസൊലേഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. പാത്തോളജിക്കൽ വേസ്റ്റ്. പാത്തോളജി മിസ് പറഞ്ഞു അല്ലെ, സ്റ്റഡി ഓഫ് ഡിസീസ് ഓർ ഡയഗ്നോസിസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ബോഡി പാർട്സുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഹ്യൂമൻ ടിഷ്യൂസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആണോ? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകള് ബോഡി കൾച്ചർ എന്ന് പറയാൻ നമുക്ക് കൾച്ചർ ചെയ്യാറില്ലേ? നമ്മുടെ യൂറിനൊക്കെ കൾച്ചർ ചെയ്യാറില്ലേ? ഡോക്ടർ എഴുതി തരാറില്ലേ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ? അപ്പൊ ആ ഒരു കൾച്ചറിങ് പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് പാത്തോളജിക്കൽ വേസ്റ്റുകൾ അല്ലെ, ബോഡി പാർട്സുകള്, ഹ്യൂമൻ ടിഷ്യൂസ് അല്ലെ. ഇതൊക്കെ എന്താണ്? ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് അല്ലെ നമ്മുടെ രോഗനിർണയം നടത്തുന്നതും അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നതും. പിന്നെ അനിമൽ കാർക്കീസസ് അല്ലെ.
അപ്പൊ എന്താണ് നമ്മ രോഗങ്ങളെ കുറിച്ച് പഠിക്കാനും അസുഖങ്ങളെ കുറിച്ച് പഠിക്കാനും റിസർച്ചുകളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. റിസർച്ചുകളൊക്കെ ചെയ്യുമ്പോൾ അത് നേരിട്ട് മനുഷ്യരിലാണോ അവർ ചെയ്യുന്നത്? നേരിട്ട് മനുഷ്യരിലാണോ മരുന്നുകൾ കുത്തിവെക്കുന്നത്? അല്ല, മൃഗങ്ങളിലാണ് അല്ലെ. അങ്ങനെ അനിമൽ കാർക്കീസസ് റിസർച്ചുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനിമൽ കാർക്കീസസ്. കാർക്കീസസ് എന്ന് പറഞ്ഞാൽ ശവശരീരങ്ങൾ കേട്ടോ, അനിമൽസിന്റെ ശവശരീരങ്ങൾ. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അപ്പൊ നമ്മുടെ ബയോളജിക്കൽ വേസ്റ്റുകൾ റിസ്കുകൾ കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽ റിസ്കുകൾ. കെമിക്കൽ റിസ്കുകളിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ലെ. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളിൽ എന്തൊക്കെ പെടും? എക്സ്പയറി ഡ്രഗ്സ് അല്ലെ. എന്താണ്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകള്, പിന്നെ എക്സ്പയറി കഴിഞ്ഞ വാക്സിനുകൾ അല്ലെ, പിന്നെ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. അപ്പൊ സൈറ്റോടോക്സിക് ഡ്രഗ്സുകളുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോടോക്സിക് വേസ്റ്റുകൾ. ഇനിയും പറയാല്ലേ നമുക്ക് എന്താണ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ അല്ലെ, പറഞ്ഞൂടെ? എക്സ്പയറി കഴിഞ്ഞ മറ്റു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള്, അതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകളല്ലേ. അപ്പൊ കുറച്ച് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഹ്യൂമൻ സെൽസ് പറയാം നമുക്ക്. പാത്തോളജിക്കൽ വേസ്റ്റിൽ ഹ്യൂമൻ സെൽസ് പറയാം അല്ലേ. ഹ്യൂമൻ സെൽസ് ഒക്കെ പറഞ്ഞൂടെ? അപ്പൊ കുറച്ച് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ സോൾവെന്റ് അല്ലെ, നമ്മുടെ ലാബുകളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ ലൈനുകള്, മെർക്കുറീസ്, ക്ലീനിങ് പർപ്പസിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലീനേഴ്സ്, ബാറ്ററീസ്, അങ്ങനെയുള്ളതൊക്കെയാണ് കെമിക്കൽ വേസ്റ്റുകള്. നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ലെ. എന്താണ്? റേഡിയോ ന്യൂക്ലിയസുകള്, റേഡിയേഷനും വേണ്ടി ഉപയോഗിക്കുന്ന റേഡിയോ ന്യൂക്ലിയസുകള്, ന്യൂക്ലിയർ മെഡിസിൻ, ഓക്കെ, റേഡിയോ ന്യൂക്ലിയസുകള്, അങ്ങനെയുള്ളതൊക്കെയാണ് എന്താണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് എടുക്കട്ടെ. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട റൂള് വന്നത് 1998. അതിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കിയേ. ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, MOEF ചോദിക്കുന്നതാണ് കേട്ടോ, അടയാളപ്പെടുത്തി വെക്കാം. MOEF, the Ministry of Environment and Forest have promptly developed and released guidelines to the hospital to guarantee the safe and correct disposal of waste. നമ്മുടെ പരിസ്ഥിതി വനമന്ത്രാലയം നമ്മുടെ മാലിന്യങ്ങൾ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകള് സുരക്ഷിതവും കൃത്യവുമായിട്ടുള്ള സംസ്കരണം ഉറപ്പു നൽകുന്നതിന് വേണ്ടി ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതി വനമന്ത്രാലയം ഹോസ്പിറ്റലിൽ അല്ലെ, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിക്കൽ വേസ്റ്റുകള് സംസ്കരിക്കുന്നതിന് വേണ്ടി, കൃത്യമായിട്ടുള്ള സംസ്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെയാണോ? നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമുക്കറിയാം, നമുക്ക് ഓരോ കാര്യത്തിനും നമ്മുടെ ഗവൺമെന്റ് ഓരോ നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ തന്നെ എന്താണ്? ഒരുപാട് നിയമങ്ങളുണ്ടോ? ഹെൽമെറ്റ് ധരിക്കണം, സീറ്റ് ബെൽറ്റ് ഇടണം അല്ലെ, 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് ഉള്ളവര് മാത്രം ഓടിക്കാൻ പാടുള്ളൂ അല്ലെ. ഉണ്ടോ? ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതേപോലെ എല്ലാ കാര്യത്തിനും നിയമങ്ങളുണ്ട് അല്ലെ, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിയമങ്ങളുണ്ട്. അതേപോലെ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മെഡിക്കൽ വേസ്റ്റുകള് ഉചിതമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആശുപത്രികൾക്ക് എന്താണ്? സുരക്ഷിതമായിട്ടുള്ള അല്ലെ, സേഫ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ?
ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ 1998 came into effect. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് നിലവിൽ വന്നത് 1998 It offers uniform recommendation and code of practice for biomedical waste management. അല്ലെ, ഇതിലെന്താണ് ഇത് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡും ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഈ റൂളിൽ എന്താ പറയുന്നത് വെച്ചാല് ഓരോ ഹോസ്പിറ്റലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങനെയായിരിക്കണം സംസ്കരിക്കേണ്ടത്, ഏത് രീതിയിലായിരിക്കണം, അവർക്ക് ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഏകീകൃത ശുപാർശകളും അതുമായി ബന്ധപ്പെട്ട പരിശീലന കോഡുകളുമാണ് ഇതിൽ പറയുന്നത്. ഓക്കെയാണോ? അപ്പൊ നമ്മ വേസ്റ്റുകള് പല രീതിയിൽ സംസ്കരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. നമ്മൾ വേസ്റ്റുകള് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിക്കൽ വേസ്റ്റുകള് പല രീതിയിൽ സംസ്കരിക്കുന്നുണ്ട്. ഇൻസിനറേഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, സാനിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ലാൻഡ് ഡിസ്പോസൽ ചെയ്യുന്നുണ്ട്, ഇൻഹർട്ടൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് പരിശീലനങ്ങൾ കൊടുക്കണോ, അവയർനെസ് കൊടുക്കണോ? ഏതൊക്കെ വേസ്റ്റുകളാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ വേസ്റ്റുകളാണ് ലാൻഡ് ഡിസ്പോസൽ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, ഓരോ ഹോസ്പിറ്റലുകൾക്കും ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് ഹോസ്പിറ്റലുകൾക്ക് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡുമാണ് ഈ റൂള് വാഗ്ദാനം ചെയ്യുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, നമുക്കറിയാം ഒരു റൂള് കൊണ്ടുവന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഓരോ വർഷം അല്ലെ, കുറെ 2-3 വർഷം കഴിയുമ്പോൾ അതിനെന്ത് കൊണ്ടുവരും, റെക്കമെൻഡേഷൻ കൊണ്ടുവരും അല്ലെ, മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെ, ഡെവലപ്മെന്റുകൾക്കൊക്കെ അനുസൃതമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരോ, ടെക്നോളജീസിന്റെ ഒക്കെ ഭാഗമായിട്ട് കൊണ്ടുവരും അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഈ 1998 പുറത്തിറക്കിയ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവര് കൊണ്ടുവന്നിട്ടുണ്ട്, റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇറ്റ് ഓഫേഴ്സ് ഫസ്റ്റ് അമെന്റ്മെന്റുകൾ, റെക്കമെൻഡേഷൻ അല്ല, അമെന്റ്മെന്റ് കേട്ടോ. അമെന്റ്മെന്റ് ഡേറ്റഡ് on 6/3/2000 and the second amendment dated on 17/9/2003 and then in 2008 and 2092. നമുക്ക് ഇതിന് ആദ്യത്തെ ഭേദഗതി ചേഞ്ചസ് വന്നത് 6/3/2000-ലും രണ്ടാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 17/9/2003-ലും മൂന്നാമത്തേത് 2018-ലും നാലാമത്തേത് 2019-ലുമാണ് നിലവിൽ വന്നത്. ഇതിന് മാറ്റങ്ങൾ കൊണ്ടുവന്ന് നിലവിൽ വന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ. വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ? നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലെ, നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ പഠിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ ഏതൊക്കെ വേസ്റ്റുകളാണ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ. ഈ ലോയില് നമ്മുടെ വേസ്റ്റുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, 2 കാര്യം പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മുടെ മറ്റ് വേസ്റ്റുകളുമായിട്ട്, ജനറൽ വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല അല്ലെ, മിക്സ് ചെയ്യാൻ പാടില്ലോ. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റുകള് നമ്മുടെ കാർഡ്ബോർഡുമായിട്ട്, പേപ്പേഴ്സുമായിട്ട്, ഫുഡ് വേസ്റ്റുകളുമായിട്ടൊക്കെ കൂട്ടിക്കലർത്താൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റുകള് അതർ വേസ്റ്റുകളുമായിട്ട്, മറ്റു വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. രണ്ടാമത് പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ ബി സെപ്പറേറ്റഡ് ഇൻടു കണ്ടെയ്നേഴ്സ് ഓർ ബാഗ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ prior to its storage, transportation, treatment and removal. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ
സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട റിമൂവൽ അല്ലെ, നീക്കം ചെയ്യുന്നതിനൊക്കെ എളുപ്പത്തിനാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അതിക്ക് മുമ്പ് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസരത്തിൽ തന്നെ അതെന്ത് ചെയ്യാം, വ്യത്യസ്ത കണ്ടെയ്നേഴ്സിലോ ബാഗ്സുകളിലോ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. മിസ് പറഞ്ഞപ്പോ മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞു, വേസ്റ്റ് എടുത്തപ്പോ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് വേസ്റ്റുകൾ ആ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നീഡിലുണ്ട്, സിറിഞ്ച് ഉണ്ട്, കോട്ടൺസ് ഉണ്ട് അല്ലെ, മരുന്നെടുത്ത എന്തുണ്ട്, ബോട്ടിൽ വരുന്നുണ്ട്. ചിലപ്പോ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് സിസ്റ്റർമാര് ഗ്ലൗസുകൾ ധരിക്കാറുണ്ട് അല്ലെ. മിക്ക സിസ്റ്റർമാർ എന്താണ് ഗ്ലൗസുകൾ ധരിക്കാറുണ്ട് അല്ലെ. അപ്പൊ എത്ര വേസ്റ്റുകളായി നോക്കിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുമിച്ചിട്ട് ഇട്ട് സൂക്ഷിക്കാൻ പറ്റോ? സൂക്ഷിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ അവയുടെ സംഭരണം, അവരുടെ ആ വേസ്റ്റുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, അവയുടെ സംസ്കരണം, അവയുടെ ആ വേസ്റ്റുകളെ റിമൂവല് എല്ലാം എളുപ്പത്തിലാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത ബാഗുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ ആക്കി സൂക്ഷിക്കുക. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ അല്ലെ. ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഈ വേസ്റ്റുമായി അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പൊ നോക്കിയേ, അവരുടെ ഡ്യൂട്ടീസ് എന്തായിരിക്കും? വേസ്റ്റുമായി ബന്ധപ്പെട്ട അവരുടെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മുടെ പരിസ്ഥിതിക്കും മനുഷ്യനും അല്ലെ, ഹ്യൂമൻസിനും ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ. ആർക്കും ഇൻഫെക്ഷൻസ് ഒന്നും ഏൽക്കാതെ അല്ലെ, ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആ വേസ്റ്റുകള് കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ. ആണോ? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് അല്ലെ. അപ്പൊ നോക്കിയേ, it shall be the duty of each occupant of a facility producing biomedical waste which comprises a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratories, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. എന്താണ്, നമ്മുടെ മനുഷ്യന്റെയും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും അല്ലെ. നമുക്ക് മനുഷ്യന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതിയോ? പരിസ്ഥിതിയുടെ കാര്യം കൂടി നോക്കണം അല്ലെ. എൻവിയോൺമെന്റിന് പൊല്യൂഷൻ ഉണ്ടാക്കിയാലും നമ്മുടെ മനുഷ്യനെ ബാധിക്കാലോ അല്ലെ, ഹ്യൂമൻ ലൈഫിനെ ബാധിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷം വരാത്ത രീതിയിൽ ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന്, ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ആദ്യത്തെ ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, നഴ്സിംഗ് ഹോമുകളില്, ക്ലിനിക്കില്, ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നത്, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസില്, എനിമൽ ഹൗസില്, പത്തോളജിക്കൽ ലബോറട്ടറീസില്, ബ്ലഡ് ബാങ്കില് എല്ലാം വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ, ഓക്യുപ്പയേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷം വരാത്ത രീതിയിൽ ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഓക്യുപ്പയറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെയാണോ?
അതിൽ കുറെ നിങ്ങൾക്ക് പറയുന്നത് ഒക്യുപ്പയർ ആരാണെന്നാണ് കേട്ടോ. ആരൊക്കെയാണ് ഒക്യുപ്പയർ? എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, നഴ്സിംഗ് ഹോമില്, ക്ലിനിക്കില്, ഡിസ്പെൻസറീസില്, അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ജസ്റ്റ് അതില് പറയുന്നത് എന്താണ്, നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തിനും എന്താണ് എൻവിയോൺമെന്റിന് അല്ലെ, പരിസ്ഥിതിക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ ഇത്തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കലാണ് ഇവരുടെ ഡ്യൂട്ടി. ഓക്കെയാണോ? എന്താണ് അപ്പൊ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ശരിയായ രീതിയിലുള്ള അല്ലെ, പ്രോപ്പർ ആയ രീതിയിലുള്ള സ്റ്റോറേജ് അല്ലെ, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻസ്, ഡിസ്പോസല്, ട്രീറ്റ്മെന്റ് എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ ആ പ്രൊസീജിയേഴ്സില്. ഉണ്ടോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, അതൊക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് അല്ലെ, നമ്മുടെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രക്രിയ എങ്ങനെയാണ്? ദ ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈഫ് അല്ലെ. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്, എന്തൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റുകള്? ദ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്തൊക്കെയാണ്? ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് along with soiled linen, cottons, bandage, plaster cards from infected and polluted areas are important to be properly gathered, separated, stored, moved, handled and disposed in safe approach to avoid nosocomial or hospital developed illness. നിങ്ങൾ പഠിച്ചൂലേ ഹോസ്പിറ്റൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പഠിച്ചല്ലോ, ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് അല്ലെ, HAI പഠിച്ചോ? അപ്പൊ എന്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെ, വികസിപ്പിക്കുന്ന ഇൽനെസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വരാത്ത രീതിയിൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ ശരിയായ രീതിയിൽ അവരെന്ത് ചെയ്യാ, ഗ്യാദർ ചെയ്യാ അല്ലെ, കളക്ട് ചെയ്യുക, അത് സെപ്പറേറ്റ് ചെയ്യുക അല്ലെ. സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞു, ഓരോ വേസ്റ്റുകളും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാ, സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക അല്ലെ, ആണോ? വേർതിരിച്ച് സൂക്ഷിക്കുക അല്ലെ. പിന്നെ അതെന്താണ്, അത് സ്റ്റോർ ചെയ്യുക, സംഭരിക്കുക, അതെന്താണ്, സംസ്കരണത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അല്ലെ, അതാണ് മൂവ്ഡ്. പിന്നെ അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക, കൂടാതെ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? ആദ്യത്തെ പറയുന്നത് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി പാർട്സുകൾ അല്ലെ, നമ്മുടെ ബോഡിയുടെ പാർട്സുകള്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ് ആൻഡ് ബോഡി, നമ്മുടെ ബ്ലഡ് കൊണ്ടോ അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ടോ മലിനമായിട്ടുള്ള സോയിൽഡ് ലിനൻ, പിന്നെന്താണ് കോട്ടൻസുകള്, പിന്നെന്താണ് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ബാൻഡേജോ അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റർ കാസ്റ്റുകളെ നമുക്ക് പ്ലാസ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ ചുറ്റി തരാറില്ലേ, പ്ലാസ്റ്റർ ചെയ്ത് തരാറില്ലേ, പ്ലാസ്റ്റർ കാസ്റ്റ്. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റർ കാസ്റ്റുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാത്ത രീതിയിൽ നമ്മൾ ഈ വേസ്റ്റുകൾ കളക്ട് ശേഖരിക്കുകയും അത് സെപ്പറേറ്റ് ചെയ്ത് അല്ലെ വേർതിരിക്കുകയും അങ്ങനെ വേർതിരിച്ച് സൂക്ഷിക്കുകയും അത് എന്താണ് ഡിസ്പോസലിന് വേണ്ടി അല്ലെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുകയും അത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുക. ഓക്കെയാണോ? അതിനു വേണ്ട അപ്രോച്ചുകള് എന്താണ് സമീപനങ്ങള് സ്വീകരിക്കുക. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് ഓക്കെയാണോ മക്കളെ? നെക്സ്റ്റ് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഈ വേസ്റ്റുകൾ അല്ലെ എല്ലാം നമുക്ക് സംസ്കരിക്കുന്ന ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യണ്ടേ?
കളക്ട് ചെയ്യണ്ടേ? അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് വേസ്റ്റ് കളക്ഷൻ? വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് ദി വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ? എന്താണ് വേസ്റ്റ് മാനേജ്മെന്റില് വേസ്റ്റ് മാനേജ്മെന്റ് നടപടിക്രമങ്ങളിലെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷൻ ആണ് അല്ലെ? വേസ്റ്റ് ശേഖരിക്കലാണ്. ഈസ് മൂവിങ് സോളിഡ് വേസ്റ്റ് ടു ദി point of treatment or landfill from the point of usage and disposal. എന്താണ് ഖരമാലിന്യങ്ങൾ, നമ്മളുടെ സോയിൽഡ് വേസ്റ്റുകള് സംസ്കരണ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ ഉപയോഗത്തിന്റെയും അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിന്റെ സ്ഥലത്ത് നിന്ന് മാറ്റുക അല്ലെ? ഇപ്പൊ നമ്മ പറഞ്ഞു, മിസ് പറഞ്ഞില്ലേ ലാൻഡ് ഫിൽ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ലാൻഡ് ഫിൽ ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഡിസ്പോസൽ മെത്തേഡിൽ ഒരെണ്ണാണ് ലാൻഡ് ഫിൽ മെത്തേഡ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ ഈ സോളിഡ് വേസ്റ്റുകള് രൂപത്തിലുള്ള മാലിന്യങ്ങള് എന്താണ് സംസ്കരണ സ്ഥലത്തേക്കോ ഇത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ് സംസ്കരണ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ലാൻഡ്ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ ഈ ഒരു പോയിന്റ് ഓഫ് യൂസേജ് അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ നിർമ്മാർജ്ജനത്തിന്റെയും സ്ഥലത്തേക്ക് മാറ്റുക. ഓക്കെ ആണോ? ഖരമാലിന്യങ്ങള് സംസ്കരണ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്പോസലിന് വേണ്ടി മാറ്റുക. നെക്സ്റ്റ് പറയുന്നത് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് വേർതിരിക്കല്. നമ്മുടെ വീട്ടില് എന്താണ് മാസത്തില് ഹരിത കർമ്മസേനയുടെ ആളുകൾ വരാറുണ്ട് അല്ലെ? വരാറുണ്ടോ? വരാറുണ്ട്. അപ്പൊ നമ്മ അവർക്ക് കൊടുക്കുന്ന വേസ്റ്റ് ചാക്കിലൊക്കെ കൊടുക്കുന്ന ആ വേസ്റ്റ് അവരങ്ങനെ തന്നെ കൊണ്ടുപോവോ? ഇല്ല. അവരെന്ത് ചെയ്യും? നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊട്ടിയിടും അല്ലെ? കൊട്ടിയിട്ടിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കവറ് വേറെ, ബോട്ടിൽസ് വേറെ അല്ലെ? അല്ലെ? സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അല്ലെ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ് ഇവര്? ഈ ഒരു വേസ്റ്റുകള് സെഗ്രിഗേറ്റ് ചെയ്യാണ്, വേർതിരിക്കുകയാണ്. ഈ സെഗ്രിഗേഷൻ അപ്പൊ നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ വേർതിരിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ എളുപ്പമാവുമല്ലോ. ഇപ്പൊ നമ്മ സിറിഞ്ച്, കോട്ടൺസ്, നീഡിൽസ്, ബ്ലേഡ്സ് ഒക്കെ ഒരുമിച്ച് ഇടുകയാണെങ്കിൽ അത് വേർതിരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് പറ്റും? മുറിവുകളൊക്കെ പറ്റോ വർക്കേഴ്സിന്? ഇല്ലേ? പറ്റല്ലേ? അപ്പൊ അതെന്താണ് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ അവർക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യും അല്ലെ? അതില് ആ ഒരു വേസ്റ്റിൽ കിടക്കുന്ന സാധനങ്ങളില് ഇൻഫെക്ഷൻസ് ഒക്കെ സിറിഞ്ചില് അല്ലെങ്കിൽ ആ കോട്ടൺസിലൊക്കെ ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിക്കുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻസ് വരുമോ? അസുഖങ്ങൾ വരും അല്ലേ? അപ്പൊ അതൊക്കെയാണ് അതിൽ പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. സെഗ്രിഗേഷൻ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ?